ഇപ്പോൾ ബി അശോക AS മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് അല്ല, അതിലൊരു കഴമ്പുമില്ല. അതായത് ഈ 19-ന് ബജറ്റ് വരുമ്പോൾ അവരുടെ ബജറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ വകുപ്പ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മന്ത്രിയും പുതിയ മിനിസ്റ്ററാണ്, അദ്ദേഹവും ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇമെയിലിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും വൈകുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ ഇൻട്രസ്റ്റിലാണ് അവരുടെ ആവശ്യങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ബജറ്റിലോട്ടും ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ പോളിസി കാര്യങ്ങളും പറയുമല്ലോ, അവരുടെ ആവശ്യങ്ങൾ സത്വരമായിട്ട് രേഖപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പ്. അതിൽ വൈസ് ചാൻസലേഴ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോടൊരു ഒരു വിവരം ചോദിക്കുമ്പോൾ അത് അവർ അറിയണം. അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അല്ലാതെ VC-മാർക്ക് നിർദ്ദേശം കൊടുക്കാനേ അല്ല ആ ഗ്രൂപ്പ്. എന്ന് മാത്രമല്ല, ഞാൻ ചുമതല എടുത്ത ദിവസം തന്നെ അന്നും പിറ്റേന്നുമായിട്ട് 2 വൈസ് ചാൻസലേഴ്സ് അവരുടെ ആവശ്യങ്ങളുമായിട്ട് എന്നെ കാണാൻ വന്നു. അപ്പോൾ നേരിട്ട് വരാത്ത ആളുകൾക്ക് വളരെ എളുപ്പം വിവരം തരാൻ വേണ്ടിയാണ്. എനിക്കത് മനസ്സിലാകാത്തത് വെച്ചാൽ ഇമെയിലായിട്ട് ഇങ്ങോട്ട് അയക്കുന്ന ഒരു സംഗതി വാട്സപ്പിലിട്ട് അപ്പം തന്നെ ഞാൻ കാണും. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അത് ടാബ്ലറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചെയ്തെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ പുതുമയൊന്നുമില്ല. കാര്യം ഇപ്പം ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. കേന്ദ്ര കൃഷി വകുപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ബജറ്റ് അടക്കമുള്ള ആവശ്യങ്ങൾ ഞങ്ങൾ ആ ഗ്രൂപ്പിലാണ് കൊടുക്കുന്നത്. അതൊരു അതിനകത്ത് എന്തെങ്കിലും ഒരു വിവാദത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. VC-മാർക്ക് ഒരു ഇൻസ്ട്രക്ഷനും ആ ഗ്രൂപ്പിൽ കൊടുക്കുകയില്ല. അവർക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ ആവശ്യപ്പെടാം, അവർ വേണമെങ്കിൽ അവരുടെ രജിസ്ട്രാർമാർ തന്നാലും മതി. ഇനി ആർക്കെങ്കിലും ഗ്രൂപ്പിൽ പിന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അവർ എക്സിറ്റ് ചെയ്യുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അതിൽ വിവരം തന്നാൽ മതി. അതിനകത്ത് ഒരു വിവാദമാക്കാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കോൺസ്പിറസിയാണ്? അല്ല, അവർ എല്ലാം തന്നെ സർക്കാരിൻ്റെ പൊതു യൂണിവേഴ്സിറ്റി എല്ലാം സർക്കാരിൻ്റെ പൊതു ഗ്രാൻറ്റിൽ വർക്ക് ചെയ്യുന്നതല്ലേ. മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റി ആക്ടിലും ഞാൻ VC ആയിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ആക്ടിലും സർക്കാർ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കാനും ഓഡിറ്റിന് വിധേയമാകാനും സർക്കാരിന് ആവശ്യമുള്ളപ്പോൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. പക്ഷെ ഇതങ്ങനെ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതല്ല. അവരുടെ കാര്യങ്ങൾ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല യൂണിവേഴ്സിറ്റികളുടെ ആവശ്യങ്ങൾ, സർക്കാരുമായിട്ടുള്ള ആവശ്യങ്ങൾ, ധനപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സത്വരമായിട്ട് ചെയ്തു കൊടുത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല. അത് ഇത് വ്യത്യസ്തമായിട്ടൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. ഫാസ്റ്റ് ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത്രേ ഉള്ളൂ. അതിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കില്ല. ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും. ആവശ്യമുള്ളവർ പെട്ടെന്നൊരു കാര്യം പിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഡിലേ വരുന്നത് ഞങ്ങളുടെ സൈഡിലാണ്. അവരുടെ കാര്യങ്ങൾ കൂടുതലും നടത്തി കൊടുക്കാനുള്ളത് ഡിലേ വരുന്നത് ഞങ്ങളുടെ വശത്താണ്. അപ്പോൾ അവർക്കത് റിമൈൻഡ് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് ഉപയോഗിച്ചാൽ മതി. വൈസ് ചാൻസലർ തന്നെ വരണമെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനും VC ആകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗവൺമെൻറ് ഇന്ന വിവരം ചോദിച്ചിരിക്കുന്നു എന്നുള്ളത് VC അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങളും VCയുടെ അനുമതിയോടെ രജിസ്ട്രാർക്ക് തരാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഞാൻ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൃഷി എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ ഗ്രൂപ്പിലെ അംഗമാണ്. ഇന്ത്യയിലെ 60 VC-മാരും അംഗങ്ങളാണ്. അപ്പോൾ അതിനകത്തൊരു പുതുമയൊന്നും ഞാൻ കണ്ടില്ല. അതിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകേണ്ട കാര്യവും കണ്ടില്ല. ഇല്ല, ആരും പ്രയാസമൊന്നും പറഞ്ഞില്ല. അതിനങ്ങനെ കണ്ടമാനം വിവരങ്ങൾ ആ ഗ്രൂപ്പിൽ എടുത്തിട്ടുമില്ല. ഇൻ ദാറ്റ് സെൻസ് വിവരങ്ങൾ ഇമെയിലിൽ വന്നുകൊണ്ടേയിരിക്കുന്നു, ചോദിക്കുന്നു. ഇമെയിലിൽ തരുന്നത് സെക്ഷനിൽ വന്ന് ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്ത് എത്തിക്കാനുള്ള കാലതാമസം ഒഴിവാക്കി എന്നുള്ളതേ ഉള്ളൂ. VC-മാരെയും രജിസ്ട്രാർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്ന ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അദ്ദേഹം പറയുന്നത് ആശയവിനിമയം സുഗമമാക്കാനും ഒപ്പം തന്നെ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഏകീകരിക്കാനുമാണ് വാട്സാപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം.